നമസ്കാരം. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ പൊതുവെ പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടുവാനുള്ള യോഗമുണ്ട്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അബദ്ധമായി തീരും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളും സാമ്പത്തികമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളും വരുന്ന സെപ്റ്റംബർ വരെ പിന്തുടരുവാനുള്ള യോഗമുണ്ട്. കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നത് ഗുണകരമല്ല. അഥവാ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് അബദ്ധമായി തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള യോഗമുണ്ട്. പ്രകൃതിയിലെ വ്യത്യാസങ്ങളെ കൊണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനിഷ്ടങ്ങൾ വന്നു ചേരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ആത്മനിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം വേണ്ടതാണ്. നിശ്ചയിച്ച കാര്യങ്ങൾക്കെല്ലാം വ്യതിചലനം വന്നു ചേരുന്നത് വഴി മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. ഏതൊരു കാര്യത്തിനെയും സംയമനം പാലിച്ച് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം നിർബന്ധമായിട്ടും വേണ്ടതാണ്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ സ്വന്തം നിലയിൽ നിശ്ചയിക്കുന്നത് പരമാവധി ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷമായിരിക്കും നന്നാവുക. സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ വളരെ നിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടതുമാണ്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. ചതയ നക്ഷത്രക്കാർ ഈ ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനവും ഗുരുകാരണവന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരു പരിധി വരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിച്ച് സെപ്റ്റംബർ മാസം മുതൽ ഒരു 3 വർഷത്തേക്ക് പ്രായേണ ഗുണകരമായി തീരുവാനും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ഗൃഹനിർമ്മാണം, സന്താനഭാഗ്യം മുതലായവയൊക്കെ തന്നെ സെപ്റ്റംബർ മാസത്തിന് ശേഷം വന്നു ചേരുവാനും യോഗമുണ്ട്. അതുകൊണ്ട് അഹോരാത്രം അത്യധ്വാനം ചെയ്ത് ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതായ സാഹചര്യങ്ങൾ സെപ്റ്റംബർ മാസം വരെ വേണ്ടിവരും എന്നതാണ് ചതയ നക്ഷത്രക്കാരുടെ 2017 ആണ്ടിലെ ഫലമായി പറയുന്നത്. നമസ്കാരം.